ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും. നിയമസഭാ കക്ഷിയോഗത്തിൽ ഫട്നാവിസിനെ നേതാവായി തെരഞ്ഞെടുത്തു. കേന്ദ്ര നിരീക്ഷകരായ നിർമ്മല സീതാരാമൻ, വിജയ് റൂപാണി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ ചെയ്യുന്നു. ശ്രീനാഥ്, ആ വാർത്ത അപ്രതീക്ഷിതമായ ഒരു വാർത്തയല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതാണ്. സത്യപ്രതിജ്ഞ നാളെ തന്നെ ഉണ്ടാവില്ലേ? നേരത്തെ നിശ്ചയിച്ചതാണ് അക്കാര്യം. വൈകിട്ട് 5 മണിയോടെ മുംബൈയിലെ ആസാദ് മൈതാനിൽ വെച്ച് ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. നേരത്തെ 2 വട്ടം, അതിൽ 2014 ആദ്യ തവണ മുഖ്യമന്ത്രിയായി, രണ്ടാമത് ഒരു രാഷ്ട്രീയ നാടകത്തിനിടെ 2022 തീർത്തും ഒരു 3 ദിവസം മാത്രം നീണ്ടുനിന്ന ഒരു മുഖ്യമന്ത്രിയുടെ കാലാവധി. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരികെ എത്തുകയാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും പോലെയുള്ള പ്രബലരായ നേതാക്കൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് അല്ലാതെ മറ്റൊരു കരുത്തന്റെ പേര് നിർദ്ദേശിക്കാൻ BJPക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ രാജസ്ഥാനിലും മറ്റും കണ്ടതുപോലെ, മധ്യപ്രദേശിലും കണ്ടതുപോലെ അവസാന നിമിഷം വരെ നീണ്ടു നിൽക്കുന്ന സസ്പെൻസ് ഒരു സർപ്രൈസ് എൻട്രിക്ക് വേണ്ടിയാണോ എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉയർന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു സർപ്രൈസ് എൻട്രി ഏതായാലും മഹാരാഷ്ട്രയിൽ ഉണ്ടാവുന്നില്ല. ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ തെരഞ്ഞെടുക്കുന്നു. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ സൂചിപ്പിച്ച പോലെ 2 കരുത്തരായ ഉപമുഖ്യമന്ത്രിമാർ അവിടെ ഉണ്ട് എന്നത് കൊണ്ട് തന്നെയാണ്. അതിനൊപ്പം തന്നെ RSSന്റെ വലിയ പിന്തുണ ദേവേന്ദ്ര ഫട്നാവിസിന് ഉണ്ട്. നാഗ്പൂരിൽ നിന്നുള്ള പറയും കുറെ വർഷങ്ങളായി അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നു. 2014 മുഖ്യമന്ത്രിയാകുമ്പോൾ ശരത് പവാറിന്റെ തൊട്ടടുത്ത് വരെ അദ്ദേഹം എത്തിയതാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആ സമയത്ത് ദേവേന്ദ്ര ഫട്നാവിസ്. അങ്ങനെ അത്തരത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ BJPയുടെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം കഴിഞ്ഞ സർക്കാർ